ഇത് തിരക്കേറിയ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയാണ്. അതിന്റെ സൈഡിലാണ് വളരെ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ആളുകൾ ചെയ്യുകയാണെങ്കിൽ നിരവധി ആളുകളുടെ പ്രവർത്തനം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴും നെടുമ്പ്രത്താണ്. ഞാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴത്തേക്ക് അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുന്നതേ ഉള്ളൂ. ഈ റോഡിന്റെ സൈഡില് കേബിൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം സുഹൃത്തുക്കളെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവർ കേബിൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനം ഇതിന്റെ സൈഡിൽ കൂടെ മുന്നോട്ട് പതുക്കെ പോകുന്നത് കണ്ടു. ഈ വാഹനത്തിൽ നിന്ന് കേബിള് വളരെ ഫ്രീ ആയിട്ട് താഴേക്ക് ഇങ്ങനെ വീണ് പോകുന്നത് കാണാനായിട്ട് ഇടയായപ്പോഴത്തേക്കാണ് ഇവിടേക്ക് നിർത്തിയിട്ട് ഇതെന്താണ് ഈ പ്രവർത്തനം എന്ന് കാണാനായിട്ട് ഞങ്ങൾ ഇവിടോട്ട് വന്നത്. നമുക്ക് ഈ പ്രവർത്തനം ചെയ്യുന്നത് കുറെ മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. നമുക്ക് അവരോട് തന്നെ വിവരങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം. പേരെന്നാണ്? ഷിബിൻ. ഇതെന്താ പരിപാടി? എന്താ ഇത്? പബ്സി വലിക്കുക. ഓക്കെ. നിങ്ങളുടെ ഒരു ടീമാണ് ഇത് വലിക്കുന്നത്? ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഈ വാഹനത്തിൽ നിന്ന് കേബിൾ വളരെ ഫ്രീ ആയിട്ട് വാഹനത്തിൽ നിന്ന് കേബിൾ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ കാണുന്നുണ്ട്. അതെന്നാ സംവിധാനം? അത് വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു ട്രോളി ടൈപ്പ് ഉണ്ടാക്കിയതാണ്. അത് ശരി. നമ്മളെ ഡ്രമ്മെല്ലാം പൊളിഞ്ഞ ഡ്രമ്മാ വരുന്നത്. കേരളാവശ്യന്റെ വലിയ കേബിളുണ്ട്, വലിയാൻ വേണ്ടിട്ട് പണിയാണ്. ചെറിയ കേബിള് ഞങ്ങൾ ചുമ്മാ എടുത്ത് ഇതിനകത്ത് ഇട്ടേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഈ ഒരു ഡിസൈൻ ആരാ? ഇതിന്റെ ഡിസൈൻ ചെയ്തേക്കുന്നൊക്കെ ആരാ? എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കൃഷ്ണൻകുട്ടി ചേട്ടനോട് പറഞ്ഞു. വെൽഡറാണ് പുള്ളി, കൊല്ലത്തുള്ള. അപ്പം സിബിനാണ്, സിബിനെന്നല്ലേ പറഞ്ഞത്? സിബിനാണ് ഇതിന്റെ ഒരു, സിബിന്റെ മനസ്സിലായ ഒരു ചിന്ത വന്നത് അല്ലേ? അപ്പൊ അത് നമ്മൾ ഒരു സഹായിയുടെ ഒരു ഇതോട് ഹെൽപ്പോട് കൂടി ഒരു വെൽഡറുണ്ട്, പുള്ളി ബാക്കി. ശരി. അപ്പൊ അതാണ് ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പ്രവർത്തനം ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമല്ലോ. നിങ്ങൾ വണ്ടി ഇപ്പൊ ഓടിക്കത്തില്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രവർത്തനം ഒന്ന് കാണുകയും ചെയ്യാം. സുഹൃത്തുക്കളെ, ഇത് ഞങ്ങൾ കണ്ട ആ കാഴ്ച, ഇത് ആരുടെ മനസ്സിലാണോ ഇത് രൂപം കൊണ്ടത് ആ വ്യക്തിയാണ് തേടി നിൽക്കുന്നത്. കേബിളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ വ്യക്തിയാണ് സിബിൻ. വണ്ടി ഓടിക്കുന്നത് മറ്റു സുഹൃത്തുക്കളാണ്. വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ കേബിള് വളരെ ഫ്രീ ആയിട്ട് താഴേക്ക് പോകുന്നതെന്ന്, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തുന്നതെന്ന് കാണാൻ പറ്റും. ഇത് തിരക്കേറിയ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയാണ്. അതിന്റെ സൈഡിലാണ് വളരെ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ആളുകൾ ചെയ്യുകയാണെങ്കിൽ നിരവധി ആളുകളുടെ പ്രവർത്തനം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഈ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഇതിപ്പോ ആളുകൾ ചെയ്യുകയാണെങ്കിൽ അത് മാത്രമല്ല, ഇത് കിടന്ന് ചുറ്റാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ഓ, അത് ശരി. അപ്പൊ ഇതൊരു പെർമനന്റ് ആയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചേക്ക്. അത് ശരി. ഇത് നമ്മളെങ്ങനെ ഇതിപ്പോ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യത്തക്ക തരത്തിലുള്ള ചെറിയൊരു ക്രമീകരണോ? ഒരു ബേസാ അല്ലേ? ശരി. ഇത് എടുക്കാൻ പറ്റുന്നതാണോ? ഓക്കെ. അവരെ ഈ ഒരു ബേസ് വണ്ടിക്കകത്ത് ഇത് ചലനം ഉണ്ടാകാതെ ഇത് പെർമനന്റ് ആയിട്ട് വെക്കത്തക്ക തരത്തിൽ നട്ടുബോട്ടിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ നട്ടുബോട്ട് അഴിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് ഈ സാധനം താഴെ വെക്കാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ അങ്ങനെ രണ്ട് ഉദ്ദേശത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഓ, ശരിയാ. വണ്ടിയിലാവുമ്പോഴത്തേക്കും വളരെ സ്പീഡിൽ ദൂരത്തില് വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. താഴെയാണെന്നുണ്ടെങ്കിൽ അത്രയും വേഗം കിട്ടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും താഴെ വെച്ചാണെങ്കിലും ചെയ്യാം. ഇപ്പം സിബിനത് വണ്ടിയിൽ നിന്ന് അഴിച്ച് നമ്മളെ ഇത് താഴേക്ക് വെക്കുകയാണ്. താഴെ അവർക്ക് പണിയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വെക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വർക്കാരാ ഏറ്റെടുത്ത് ചെയ്യുന്നവരാ? ചെന്നൈയാണ്. ഓക്കെ. നമുക്ക് എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമില്? ഇന്ന് 6 പേരുണ്ട്. ഈ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ടീമിലെ കക്ഷികളാ? ശരി. ഓക്കെ. വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ മുതലുള്ള പണിയല്ലേ, ഭയങ്കര ചൂടുവാ. എന്നാ പേരെന്നാ? പേരും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. മനോജ്. സച്ചു. നിങ്ങൾ രണ്ടുപേരും കൊല്ലവാ? എല്ലാം കൊല്ലക്കാരാണ് കേട്ടോ. അവര് നമ്മുടെ കൊല്ലക്കാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇത് നമ്മുടെ ആളാണോ? ശരി. പേരൊന്ന് പറഞ്ഞേക്ക്. സന്തോഷവാനാണല്ലോ. കൊള്ളാം, വെരി ഗുഡ്. അങ്ങനെ വേണം. വണ്ടിയിൽ നിന്ന് ആ കേബിളിന്റെ അത് ഫ്രീ ആയിട്ട് പുറത്തേക്ക് തരുന്ന ആ യൂണിറ്റ് അവര് താഴേക്ക് അഴിച്ചെടുത്ത് വെക്കാൻ പോവുകയാണ്. ചില കണ്ടെത്തലുകള്, സാധാരണ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചില കണ്ടെത്തലുകള് ഒരുപക്ഷെ ഒത്തിരി മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന കണ്ടെത്തലുകളാണ്. യാത്രയിൽ കണ്ട ഈ കണ്ടെത്തലുകളും നിരവധി ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാഹനത്തിൽ വെച്ച് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് താഴെ വെച്ചും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സിബിനെ പോലെയുള്ള ചെറുപ്പക്കാര് അതാണ്ട് ഇതിന്റെ
യൂണിറ്റ് ആണ്. ഓ അത് ശരി. എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് താണ്ട വണ്ടിയിൽ കണ്ട സാധനമാണ്. വളരെ വേഗത്തിൽ തന്നെ അവർ അഴിച്ച് താഴെ വെച്ചു. ഇനി താഴെ നിന്ന് വേണമെങ്കിലും ഈ സാധനം വലിച്ച് എങ്ങനെ വേണമെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാം. കേബിളൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് ഊരി 2 കിലോമീറ്റർ നീളം വരുന്ന കേബിളാണെന്നാണ് ഷിബിനൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ തന്നെ ഇതാണ് അതിന്റെ യൂണിറ്റ്. ഇതിനെന്തെങ്കിലും നിങ്ങൾ പേര് വല്ലതും ഇട്ടിട്ടുണ്ടോ? വേറൊന്നും ഇട്ടിട്ടില്ല. ഒരു ട്രോളി. ഏതായാലും ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മുകളിലും താഴെയും ബെയറിങ്ങോട് കൂടിയുള്ള ഒരു യൂണിറ്റ് ആണ്. ഈ കേബിൾ 2 കിലോമീറ്ററോളം നീളം ഉണ്ടെന്നാ പറഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ അതൊക്കെ ബാക്കി എടുത്തതിന്റെ ബാക്കിയാ. ഓക്കെ. ഏതാണേലും കൊല്ലംകാരനായിട്ടുള്ള സിബിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ, പണികൾ വളരെയധികം ലഘൂകരിക്കുന്ന ഒരു പണിയാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സിബിന്റെ സഹായിയായിട്ടുള്ള ഒരു സുഹൃത്തുമായി ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവിധ ആശംസ. കൃഷ്ണൻകുട്ടി ചേട്ടൻ, കൊല്ലത്തുകാരനായിട്ടുള്ള സിബിന്റെ അയൽവാസിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി ചേട്ടൻ, അദ്ദേഹമാണ് ഇതിനെ കൃത്യമായിട്ട് ഈ രീതിയിലേക്ക് മാറ്റിയത്. വെൽഡ് ചെയ്ത് സിബിന്റെ ആശയത്തെ ഈ രൂപത്തിലേക്ക് മാറ്റിയത് കൃഷ്ണൻകുട്ടി ചേട്ടനാണ്. കൃഷ്ണൻകുട്ടി ചേട്ടനും പ്രത്യേക ആശംസകൾ. സിബിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ സംഘത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നാടിന്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും